അറിയാടാ, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും നിങ്ങളുടെ 3 കപ്പിൾസിൻ്റെയും മാരേജ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെയും മാരേജ് ഉണ്ടാവും. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അറിയാടാ, പക്ഷെ നീ എത്രയും പെട്ടെന്ന് നന്ദുവിനെ പെണ്ണ് കാണാൻ ശ്രമിക്കുക. കാരണം അനന്ത് സാറ് പറഞ്ഞായിരുന്നു നന്ദുവിൻ്റെ പപ്പ അവൾക്ക് ആലോചനകൾ കൊണ്ടുവരുന്നുണ്ടെന്ന്. നന്ദു എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണെന്ന്. അവൾ നിന്നോട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അവളുടെ പപ്പ എങ്ങാനും നിർബന്ധിച്ചാൽ പിന്നെ ദേവമൊന്നും നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താടാ പറയണത്? അപ്പൊ അവൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ വീട്ടില്? അപ്പൊ ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ലേ? ഇല്ലടാ. എന്തായാലും നിന്റെ കാര്യം പെട്ടെന്ന് തന്നെ നിന്റെ പപ്പയോട് സംസാരിക്കേ. ഓക്കെ, എന്നാ ശരി. നീ വന്ന എന്തിനാ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് പിന്നെ ഒരു കാര്യത്തിനാ. എന്താടാ പറഞ്ഞോ. അലക്സിന്റെ കാര്യമാണ്. അലക്സോ? അവനെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാ. നിനക്ക് നമ്മുടെ ക്രിസ്ത്യൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അവനെങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ. അവന് ഞാനും ഫ്രണ്ട്സ് ആണെന്ന് നിനക്കറിയാലോ. അറിയാടാ. അവന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയില്ലല്ലോ. അല്ലടാ, ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത്? കാര്യണ്ട്. അവൻ എന്നോട് ഒരാളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, നമ്മുടെ ജോലി അതല്ലേ. ശരിയാ, പക്ഷെ അവൻ ആരെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നിനക്കറിയോ? അത് എനിക്കെങ്ങനെ അറിയാ? അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്നെ കൊല്ലാനാ. എന്നെയോ? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നല്ലേ, പിന്നെന്തിനാ അവൻ എന്നെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്? അവനായിട്ട് പറയുന്നതല്ല, അവൻ അലക്സ് പറഞ്ഞതനുസരിച്ച് എന്നോട് പറഞ്ഞതാ. എന്നിട്ട് എന്താ മോന്റെ തീരുമാനം? എന്നെ കൊല്ലാനാണോ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാലും അല്ല, നിന്റെ പരിപാടി എന്താ? പറയാനായിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോണ അവസ്ഥയിൽ ഒരു കൊല്ലം കൂടെ വൈകാതെ നടത്തേണ്ടി വരും. നീ ഒന്ന് നന്ദുവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, എഡ്വിന്റെ വിവരം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ലടാ, അന്വേഷിക്കുന്നുണ്ട്. നിനക്ക് വല്ല വിവരം കിട്ടിയോ? ഇല്ലടാ, കിട്ടിയിട്ടില്ല. ദേവാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നീ എഡ്വിന്റെ കാര്യങ്ങൾ വിട്ടുകാണ്. എന്നിട്ട് നന്ദുവിനെ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ നോക്ക്. ഇല്ലടാ, അവൻ അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റൂല. എടാ, നന്ദുവിനെ ആലോചിച്ചിട്ടെങ്കിലും. ഇല്ല, നന്ദുവിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. അവൾക്കൊരാപത്ത് വരെ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എനിക്ക് എഡ്വിനെ കൊല്ലണം. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. അല്ല, നിന്റെ വൈഫ് എവിടെ? അടുക്കളയിൽ കാണും. അല്ല, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലടാ, ഇടയ്ക്കൊക്കെ പെയിന് വരുന്നുണ്ട്, വേറൊന്നുമില്ല.